അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെയാ അമ്മായി വർത്താനങ്ങളൊക്കെ? അമ്മായി നല്ല വർത്താനം. അമ്മായി കുട്ടി എപ്പോഴാ കണ്ടിട്ട് വന്നത്? ഞാൻ വന്നിട്ടൊക്കെ പിന്നെ ഒന്ന് കേറിക്കൂടി. കേറേ വാ മോനെ, എന്നാ ഇരിക്കി. ആ ഇങ്ങനെ ഇരിക്കാം അമ്മായി. അല്ല പെണ്ണും കുട്ടികളൊക്കെ ഇവിടെ ഇല്ലേ? ഉണ്ട് ഒരു കുട്ടിയുണ്ട്. കുട്ടികൾ സ്കൂൾ പോയാണ്. എന്നിട്ട് ഉമ്മാന്റെ വർത്താനോ? ഉമ്മാക്ക് കുഴപ്പമൊന്നുമില്ല, അസുഖങ്ങളൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അല്ല ആ പള്ളികളിയൊക്കെ വിൽക്കണം എന്തൊക്കെ പറഞ്ഞു കേട്ടില്ല, അതൊക്കെ ശരിയായോ? അത് പിന്നെ ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ പ്ലാൻ ഉണ്ട്, പക്ഷെ കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ ഒരു ഇതിൽ ഇങ്ങനെ നടക്കണില്ല. അങ്ങനെ ചായ എടുക്കാനോ മോളെ? ആ എന്തമ്മാ ഇവിടെ വന്നോക്കെ ആരായി വന്നിട്ടുണ്ട്? സുധീർക്കാക്ക് വേണി വന്നിട്ടുണ്ട്. ആ സുധീർക്ക എന്തൊക്കെ രസി? സുഖായിരിക്കണക്കാ. എന്താ ഷെരീഫിക്ക് എന്താ പറയുന്നത്? ഇപ്പൊ വരണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇങ്ങനെ പ്രശ്നങ്ങളില്ലേ? പിന്നെ അപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ബുദ്ധിമുട്ടുണ്ട്. എന്താ ശംദാത്തന്റെ ഒക്കെ പാട്? സുഖമായിട്ട് പോണം, ഹാപ്പി. മാഷാഅല്ലാ, കുട്ടികളൊക്കെ സുഖല്ലേ? കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി അങ്ങനെ പോകും. ആ എന്നാ മോള് പോയി ചായ എടുത്തിട്ട് വാ. എന്നാ ഞാൻ ചായ എടുക്കാം. ചായ വേണ്ട എനിക്ക് വേണ്ട. വേണ്ട. അല്ല ഒന്നുമില്ല, ഞാൻ ഇപ്പൊ കുടിച്ചാൽ ഇപ്പൊ കുടിച്ചിട്ടാ വരും. ഞാനിങ്ങനെ പിന്നെ പുറത്തുനിന്ന് ഇങ്ങനെ കമ്പനിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് ചായ കുടിച്ചു. പിന്നെ പൊതുവെ ചായ കൂടി കുറവാണ്. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും എടുത്തോ, നേരം കളിക്കണം. എന്നാ ഞാൻ വെള്ളം എടുക്കാം. പിന്നെ ഷെരീഫ്ക്ക് എന്താ അമ്മായി പണിയൊക്കെ സുഖം തന്നെയല്ലോ? പണിയൊക്കെ ഓന് സുഖമൊക്കെ തന്നെ. ഇപ്പൊ ഈ യുദ്ധവും കാര്യമായതുകൊണ്ട് പൈസ ഒന്നും അയക്കലില്ല. അതെ. ഞാനിപ്പോ ഇങ്ങനെ പോകാനേ ഡേറ്റ് ആകണ്. അപ്പോ ഇപ്പത്തെ ഈ പ്രശ്നം കൊണ്ട് പോക്കൊക്കെ ഇങ്ങനെ ഇതായി നിൽക്കുകയാണല്ലോ. ലീവ് കഴിഞ്ഞും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം കൊണ്ടുള്ള ഒരു ഇതിലിങ്ങനെ ഇപ്പോൾ നമ്മളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒക്കെ കരുതിയാലപ്പുറം ലീവ് ആയും ചെയ്തു. അങ്ങനെയുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാൻ അല്ല അങ്ങനെയല്ല, ഞാനേ പിന്നെ ഇപ്പോൾ നമ്മൾ ആൾക്കാരോടെല്ലാം ചോദിക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഈ ലീവൊക്കെ ഇങ്ങനെ നീണ്ടതുകൊണ്ടേ ചെറിയൊരു പൈസൻ്റെ ആവശ്യമുണ്ട്. ഒരു 30,000 റുപ്യ. അപ്പോൾ ഒന്ന് അപ്പോൾ അതപ്പോൾ നിങ്ങളോട് ചോദിക്കാന്ന് വെച്ചത്. അപ്പോൾ എന്നാലും കിട്ടണം. ഞാൻ എത്തിയിട്ട് അവിടെ ചെന്നാലും ഉടനെ അയച്ചു തരുകയും ചെയ്യാം. നമ്മളൊക്കെ ഇപ്പോൾ അത് പോകാനുള്ള ആൾക്കാർ തന്നെയാണല്ലോ. അപ്പോൾ അവിടുത്തെ ആ ഒരു ഇതിൽ നിൽക്കല്ലേ. ഇവിടെ പോടുന്ന മോനെ പൈസ. ഇവിടെ ഇപ്പോൾ ഈ യുദ്ധവും കാര്യം എന്നൊക്കെ പറഞ്ഞാണ്ട് ശരീഫ് 10ന്റെ പൈസ അങ്ങോട്ട് അയച്ചിട്ടില്ല. ഇവിടുത്തെ കാര്യം ഇപ്പം എനിക്കറിയാം. ഇവിടെ ഈ ചെലവും ഇതൊക്കെ കഴിഞ്ഞ് പോകണമെങ്കിൽ എന്തോ ഒരു ഇടങ്ങാറാന്നറിയാം. പിന്നെ ഇപ്പോൾ ഓളോട് നിന്നൊക്കെ എന്നാലും ഓളെ ആപ്പാൻ്റെയൊക്കെ ഇത്തിരി പൈസയൊക്കെയാണ് ഓള് മേടിച്ചു കൊടുക്കുന്നുണ്ട് ഓളെ കാര്യത്തിന്. പിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. പൈസ ഒന്നും 5ന്റെ പൈസ അമ്മായിൻ്റെ അടുത്തില്ല. അമ്മായി ഇപ്പോൾ പണ്ടത്തെ മാതിരി ഒന്നുമല്ല. ഒന്നുമില്ലടാ, 10 പൈസ ഇവിടെ ഇല്ല. പന്നോട് ശരിക്ക് പറയാലാ, ഇല്ലാഞ്ഞിട്ടാണ് ഈ പറയണത്. ഉണ്ടെങ്കിൽ ഇപ്പം എനിക്കൊക്കെ എടുത്തു തരീ. ഇനിയിപ്പോൾ എന്താ ഉണ്ടെങ്കിൽ ഇപ്പോൾ പൈസയൊക്കെ എല്ലാവർക്കും കൊടുക്കേനി. ഇല്ലാത്ത കേടല്ലേ ഇപ്പം ഇത്. എന്നായിക്കോട്ടെ മോയെ, ഞാൻ ഇറങ്ങാം കേട്ടോ. ആയിക്കോട്ടെ. എല്ലാം ശരിയാവട്ടെ. ആ പെണ്ണ് വെള്ളം എടുക്കണ്ടേ? അല്ല, വെള്ളം വേണ്ടില്ലേ കേട്ടോ. ആയിക്കോട്ടെ. വലൈക്കും സ്ലാം. ആ അതായിരിക്കും. പൈസക്ക് നിൽക്കണം. ഇവിടെ ഇങ്ങനെ പൈസ വാരി കൂട്ടി വെച്ചിക്കല്ലേ. എല്ലാവർക്കും വേണ്ടത് പൈസയാണ്. പോകുമ്പോ പോയമ്മ അത് പോയി. ഓർക്കൊക്കെ ആവശ്യം പൈസയാണ്. ഇജാ വെള്ളം കൊണ്ട് വെച്ചാളെ. പൈസ 30,000 റുപ്യാണല്ലോ ഇവിടെ പോടുന്ന പൈസ. അല്ലമ്മ, നമ്മുടെ മേലെ മുറി വിറ്റ പൈസ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, 15 ലക്ഷം റുപ്യ. അതിലൊരു 30,000 റുപ്യ കൊടുക്കാറില്ല നിങ്ങൾക്ക്? 30,000 അയിന്ന്. അത് എൻ്റെ കൂട്ടുകാരടുത്ത് സ്ഥലം വിറ്റ പൈസ അല്ല, അത് ഇന്റെ സ്ഥലം വിറ്റ പൈസയാണ്. എനിക്കറിയോ, നാട്ടിൽ കൂടിയ പ്രവാസികൾക്ക് പൈസ കടം കൊടുത്താൽ പിന്നെ കിട്ടൂല. വല്ല വിചാരമുണ്ട് എനിക്ക്? എന്തൊരു പെണ്ണാണ് ഇജ്ജ്? എനിക്ക് എതിരായിട്ട് എന്നെ ഇജ്ജ് പറയുള്ളൂല്ലോ. എനിക്ക് എതിരായിട്ടല്ല അമ്മ. ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് എത്ര 10,000 20,000 പറഞ്ഞമാര് മേടിച്ചിട്ടുണ്ട് ഇവിടെ ബുദ്ധിമുട്ടുള്ളപ്പോ. ഒരു മടിയും കൂടാതെ ആ മനുഷ്യൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടില്ലേ? അതൊക്കെ തന്നിക്കണെങ്കിലേ ഓലെ ചെറുപ്പത്തിലേ ഓലെ വാപ്പ മരിച്ചിട്ട് ഞാനും എൻ്റെ മാപ്പിളയും കൂടിയാണ് ഓലെയൊക്കെ വളർത്തി വലുതാക്കി ഉണ്ടാക്കിയത്. എനിക്ക് ഈ കാര്യമൊന്നും അറിയില്ല. ഇജ്ജ് ഇങ്ങോട്ട് വന്ന പെണ്ണാണ്. ഇജ്ജ് ഇവിടുത്തെ കാര്യം നോക്കണ്ട, കുടുംബകാര്യം നോക്കണ്ട. ഇജ്ജ് എൻ്റെ ആ മാപ്പിളുടെയും എൻ്റെ കുട്ടികളെയും കാര്യം നോക്കിയാൽ മതി. പറ്റുമെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം നോക്കി. അല്ലാതെ ജി വന്നു പോണേ പൈസ ഇതിന് കാര്യം നോക്കണ്ട. ഒരു കാര്യം എനിക്കില്ല. എല്ലാത്തിലും കയറിയിട്ട് ഇടപെടുകയുള്ളു. ഞാൻ ഒന്നിലും ഇടപെടുന്നില്ല. ഇവിടെ കേട്ട കാര്യം പറഞ്ഞതാണ്.
ആ മനുഷ്യൻ അത്രയും പൈസ ഇല്ലാത്തോണ്ടല്ലേ ഇവിടെ വന്ന് ചോദിച്ചത്. ഞാൻ എന്തായാലും ഇക്കാട് പറഞ്ഞു കൊടുക്കും, ഉറപ്പാണ്. ഇത് ആ ഞാൻ പറഞ്ഞു കൊടുക്കും, എന്റെ മാപ്പിളോട് വിളിക്കട്ടെ, ഇജ്ജല്ലേ? ഇങ്ങനെ പറഞ്ഞിരുന്നു എന്റെ മാപ്പിള ഉം. അത് ഇന്റെ ആരടി നിങ്ങളുടെ മോന്. ആണല്ലോ. ഉം. അപ്പൊ ഇജ്ജ് പറഞ്ഞല്ലോ കേൾക്കാം, ഞാൻ പറഞ്ഞത് കേൾക്കാം. ഇത്ര ദുഷ്ടതരം പാടില്ല അമ്മ. അൽമാരെ പൈസ ഉണ്ടായിട്ട് ആ മനുഷ്യർക്ക് ഒന്ന് കൊടുത്തൂടെ നിങ്ങക്ക്? ഒന്നാര റസിയ മുണ്ടാതെ നിന്നോ. അനക്ക് ആ അടുക്കളയിൽ വല്ല പണി ഉണ്ടെങ്കിൽ അത് പോയിട്ടോ, ജിന്നെ പഠിപ്പിച്ചാൻ വരരുത്. ഞാൻ പഠിപ്പിക്കണില്ല, അല്ലെങ്കിലും ഇവിടെ ഇല്ല. നേരമില്ല പഠിപ്പിച്ചിട്ട്. എന്തൊരു ജന്മേക്കുണ്ടിതിന് എല്ലാ കാര്യത്തിലും ഇടപെടും ഒരു സാധനം.